എല്ലാ സുഹൃത്തുക്കൾക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. ഞാൻ ബഷീർ മാളിയേക്കൽ. നമ്മളിപ്പോൾ PSC LDC സിലബസിലെ മൊഡ്യൂൾ 2 ഇന്ത്യൻ ഭൂമിശാസ്ത്രം അനുസരിച്ചുള്ള SCERT ബേസ്ഡ് ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം 3 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെ 2 ക്ലാസ് 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ ഇന്ത്യയിലൂടെ എന്നുള്ള 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തത് നമ്മൾ ചെയ്തിട്ടുള്ളത് 7ാം ക്ലാസ് അധ്യായങ്ങളാണ്. ഇനി നമ്മൾ 10ാം ക്ലാസ് ജോഗ്രഫിയിലെ 2 ചാപ്റ്ററാണ് ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. SCERT ബേസിൽ SCERTയിൽ ഇന്ത്യ ഭൂമിശാസ്ത്രത്തിൽ വരുന്നത് പ്രധാനമായിട്ട് ഈ 4 ചാപ്റ്ററാണ്. അപ്പോൾ ഈ 4 ചാപ്റ്ററും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ 2 നമ്മൾ ചെയ്തു. ഇനിയുള്ളത് 10ാം ക്ലാസ് ജോഗ്രഫിയിലെ 7ാമത്തെ ചാപ്റ്ററും 8ാമത്തെ ചാപ്റ്ററാണ്. അതിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ് ജോഗ്രഫിയിലെ 7ാമത്തെ അധ്യായമാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ. വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്നുള്ള അധ്യായമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യം തന്നെ ഒരു കോളത്തിൽ കുറച്ച് വാക്കുകളുണ്ട്. 16,000 അടിക്ക് മുകളിലാണ് അന്നേരം ഞങ്ങൾ ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. ഒരു പാറക്കെട്ടിൽ ചാരി നിന്ന് ഞാൻ അന്തരീക്ഷത്തെയും ചുറ്റുപാടുകളെയും വീക്ഷിച്ചു. ഒരു കോട്ട പോലെയാണ് ചുറ്റും പർവ്വത ശൃംഖലകൾ നിലകൊള്ളുന്നത്. അത് കഴിഞ്ഞാൽ വെള്ളി പോലെ വെട്ടിത്തിളങ്ങുന്ന ഹിമശൃംഗങ്ങളുടെ നിരയാണ്. എങ്ങോട്ട് നോക്കിയാലും പർവ്വതങ്ങൾ മാത്രം. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് എന്ന വിധത്തിൽ അതങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു. പച്ചത്തഴപ്പ് കൊണ്ട് അലങ്കാരം ചാർത്തിയ താഴ്വരകളും ഭയാനകമായ വിധത്തിൽ കുത്തനെ കിടക്കുന്ന ഒറ്റയടി പാതകളും തണുപ്പ് രൂക്ഷമായി തുടങ്ങി. നേഗിയുടെ കട്ടൻ ചായ മൊത്തി കുടിച്ച് കുറച്ചു സമയം കൂടി അവിടെ തങ്ങിയ ശേഷം ഗുഹയിലേക്ക് തിരിച്ചു പോന്നു. MK രാമചന്ദ്രൻ്റെ ദേവഭൂമിയിലൂടെ എന്നുള്ള പുസ്തകത്തിലൂടെ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇത്. അപ്പോൾ ഇതിൽ നമുക്കുള്ളത് ദേവഭൂമിയിലൂടെ എന്നുള്ളത് ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചാൽ MK രാമചന്ദ്രൻ്റെയാണ്. MK രാമചന്ദ്രൻ്റെ കൃതിയാണ് ദേവഭൂമിയിലൂടെ. അദ്ദേഹത്തിൻ്റെ ഹിമാലയൻ യാത്രകളൊക്കെ വിവരിച്ചുകൊണ്ടിട്ടുള്ള ഒരു കൃതിയാണ്, യാത്രാ വിവരണമാണ് ഇത്. ഇനി നമ്മൾ ഇത് മുൻപ് ഇതിൽ ചർച്ച ചെയ്ത് തന്നെയാണ്, എന്നാലും കൂടി ഒന്നുകൂടി നോക്കാം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെ. അപ്പോൾ വടക്കാണ്. വടക്ക് എന്ന് പറയുമ്പോൾ നോർത്ത്. ഇനിയിപ്പോൾ ഇംഗ്ലീഷിൽ നോർത്ത് എന്ന് ചിലപ്പോൾ N എന്നായിരിക്കും. 8 ഡിഗ്രി 4 N മുതൽ 37 ഡിഗ്രി 6 N. അപ്പോൾ അക്ഷാംശം എന്ന് പറഞ്ഞാൽ എപ്പോഴും നോർത്ത്, വടക്ക് ആണ് എന്നുള്ളത് നിങ്ങൾ മറക്കാതിരിക്കുക. രേഖാംശ സ്ഥാനമാണെങ്കിലോ 68 ഡിഗ്രി 7 കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 കിഴക്ക് വരെ. രേഖാംശ സ്ഥാനം 68 ഡിഗ്രി 7 കിഴക്ക് മുതൽ 97 ഡിഗ്രി കിഴക്ക് വരെ. കിഴക്ക് എന്ന് പറഞ്ഞാൽ ഈസ്റ്റാണ്. ഓക്കെ, ഈസ്റ്റാണ് കിഴക്ക്. അപ്പോൾ രേഖാംശ സ്ഥാനം എപ്പോഴും ചിലപ്പോൾ നമുക്ക് ഓപ്ഷനിൽ 68 ഡിഗ്രി 7 എന്നായിരിക്കും. അപ്പോൾ രേഖാംശ സ്ഥാനമാണെങ്കിൽ എപ്പോഴും ഈസ്റ്റാണ്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക്. അക്ഷാംശ സ്ഥാനം എപ്പോഴും വടക്കാണ്. വടക്ക് എന്ന് പറഞ്ഞാൽ നോർത്ത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഓപ്ഷനിൽ ചിലപ്പോൾ 68 ഡിഗ്രി എന്നായിരിക്കും. അപ്പോൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഈസ്റ്റ് ആണോ നോക്കിയാൽ മതി. ഓപ്ഷനിൽ 4 ഓപ്ഷനാണ്, 4 ദിശകളാണ് തരിക. അപ്പോൾ അതിലെന്തായാലും ഈസ്റ്റാണ്. പിന്നെ ഈ ഡിഗ്രി തെറ്റിച്ചൊക്കെ തരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഡിഗ്രിയും കൂടി ഓർത്താൽ നമുക്ക് പഠി. 68 ഡിഗ്രി 7 മുതൽ കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 രേഖാംശവും, അക്ഷാംശം 8 ഡിഗ്രി 4 വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെ. ഇനി ഇന്ത്യൻ ഉപദ്വീപ് എന്താണ്? 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപ്. അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്നാൽ കൂടി നമ്മളത് ഒന്നും കൂടി വായിക്കണം. കാരണം നമുക്ക് വന്നിട്ട് ഓപ്ഷനിൽ ചോദിച്ചാൽ ഒരുപോലത്തെ ഓപ്ഷൻ വന്നാൽ നമുക്കൊരു സംശയം വരും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഈ കോളത്തിൽ തന്നതൊക്കെ നമ്മൾ ഒരിക്കലും വിട്ടുപോകരുത്, പ്രത്യേകം എടുത്ത് വായിക്കണം. കോളത്തിൽ അതേപോലെ പോയിൻ്റാക്കി കൊടുത്തിട്ടുണ്ടാവും. ഇതൊന്നും നമ്മൾ ഒരിക്കലും ഒഴിവാക്കി പോകാൻ പാടില്ല. 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കുഭാഗം
സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കാണപ്പെടുന്നതിനാൽ ഈ ഭാഗം ഇന്ത്യൻ ഉപദ്വീപ് എന്നറിയപ്പെടുന്നു. ഈ ചിത്രത്തിൽ തന്നെ ഉണ്ട്, ചിത്രത്തിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. തെക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഭാഗങ്ങളാണ്. അവിടെ സമുദ്രത്താൽ ചുറ്റപ്പെട്ടത് കൊണ്ട് തന്നെ ഇത് ഈ ഭാഗം ഇന്ത്യൻ ഉപദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളാ പറഞ്ഞു ദേവഭൂമിയിലൂടെ എന്ന പുസ്തകത്തിലെ വരികളാണ് വായിക്കുക. അപ്പോൾ ഇതിൽ പഠിക്കാനുള്ളത് ഇതാണ്. ദേവഭൂമിയിലൂടെ എന്ന പുസ്തകം രചിച്ചത് MK രാമചന്ദ്രനാണ്. പിന്നെ ഈ വരികളൊന്ന് ചിലപ്പോൾ ഇതിന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എടുത്തുങ്ങാണ്ട് ചിലപ്പോൾ നമുക്ക് ചോദിക്കാനുണ്ട്. അപ്പോൾ 16,000 അടിക്ക് മുകളിലാണ് ഞങ്ങൾ അന്നേരം ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ആ വരികളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതിലത്തെ ഏതെങ്കിലും ഒന്ന് കോട്ടിങ് എടുത്ത് ചിലപ്പോൾ നമുക്ക് ചോദ്യം വരും. ഇനി ഇന്ത്യയുടെ വടക്ക് അതിരായി നിലകൊള്ളുന്ന പർവ്വത ഭൂപ്രകൃതിയെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇത്തരത്തിൽ ഒട്ടനവധി സവിശേഷതകൾ നിറഞ്ഞതാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി. മഞ്ഞുറഞ്ഞ പർവ്വതങ്ങളിൽ ഉത്ഭവിച്ച സമതലങ്ങളിലൂടെ ബഹുദൂരം ഒഴുകി ഒടുവിൽ കടലിനോട് ചേരുന്ന വൻനദികൾ, കൃഷിവ്യാപകമായി നടക്കുന്ന അതിവിശാലമായ സമതലങ്ങൾ, വിസ്തൃതമായ പീഠഭൂമികൾ, ചുട്ടുപൊള്ളുന്ന മരുഭൂമികൾ, ദൈർഘ്യമേറിയ തീരസമതലങ്ങൾ, അങ്ങനെ അനേകം ദ്വീപുകൾ. അത്ഭുതകരമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യം. ജസ്റ്റ് വായിച്ചാൽ മതി, അവിടെ നിന്ന് നമുക്ക് എടുക്കേണ്ട പോയിന്റുകളില്ല. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ, ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ, ഇന്ത്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഇത് നമുക്ക് ശരിക്കും ഇത് ടീച്ചേഴ്സ് നോട്ടിൽ നിന്ന് കിട്ടും, ഇതിലുണ്ടാവില്ല. ഇത് ജസ്റ്റ് ഒന്ന് എടുത്ത് നമ്മൾ ബേസിക് കാര്യങ്ങളാണ്, ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ടീച്ചേഴ്സ് നോട്ടിലുണ്ടാവും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. നമുക്ക് ഈ മാപ്പ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം. അത് നിങ്ങൾ സ്വയം ഒരു നോട്ട് ഉണ്ടാക്കുക. ഈ 3 പോയിൻ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, ഇതിൻ്റെ 3ൻ്റെ സ്വയം ഒരു നോട്ടുകൾ ഉണ്ടാക്കുക. ഓക്കെ, പിന്നെ ഇവിടെ ഈ ഭൂപടം കൊടുത്തിട്ടുണ്ട്, ഹിന്ദുക്കുഷ്. ഈ ഭൂപടം കണ്ടോ, ഭൂപടങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. ഇനിയുണ്ട് ഈ കോളത്തിലുണ്ട് പാമീർ പീഠഭൂമിയെക്കുറിച്ചാണ്. പാമീർ പീഠഭൂമി ലോകത്തിൻ്റെ മേൽക്കൂര. അപ്പോൾ ഇതിൽ തന്നെ ഒരു ചോദ്യം എന്താണ്? ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? പാമീർ പീഠഭൂമിയാണ്. അപ്പോൾ ചോദ്യം ഇവിടെ തന്നെ ഒരു ചോദ്യം വന്നില്ലേ, ഈ ഹെഡിങ്ങിൽ തന്നെ ഒരു ചോദ്യമുണ്ട്. മധ്യേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന പാമീർ പീഠഭൂമി അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ പാമീർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മധ്യേഷ്യയിലാണ്. അപ്പോൾ 2 ചോദ്യമായില്ലേ. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? പാമീർ പീഠഭൂമി. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ചോദിച്ചാലും പാമീർ പീഠഭൂമിയാണ്. പാമീർ പീഠഭൂമി എവിടെ സ്ഥിതി ചെയ്യുന്നു? മധ്യേഷ്യയിൽ. ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻഷാൻ, കുൻലുൻ, കാരക്കോറം മുതലായ പർവ്വതനിരകൾ പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്നു. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. അപ്പോൾ കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. അപ്പോൾ പാമീർ പർവ്വതക്കെട്ടിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ചെയ്യാം. പാമീർ പർവ്വതക്കെട്ടിൻ്റെ ഭാഗങ്ങൾ ഇതിൽ വരുന്ന അടുത്തൊരു ചോദ്യമാണ്. ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻഷാൻ, കുൻലുൻ, കാരക്കോറം. ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻഷാൻ, കുൻലുൻ, കാരക്കോറം മുതലായവ ഈ പാമീർ പീഠഭൂമി പർവ്വതക്കെട്ടിൻ്റെ അല്ലെങ്കിൽ പാമീർ പർവ്വതക്കെട്ടിൻ്റെ ഭാഗങ്ങളാണ്. ഇതിൽ വരുന്നൊരു ചോദ്യമാണ് അത്. അതിൽ കാരക്കോറം പർവ്വതത്തിൻ്റെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. ഇനി ഉത്തര പർവ്വത മേഖല എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മളെ മുൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഒന്നുകൂടി പറയുമ്പോൾ ആവർത്തിച്ച് പറയുന്നതിനനുസരിച്ച് നമ്മളെ മനസ്സിൽ കാര്യങ്ങൾ പതിയും. അതുകൊണ്ടാണ് വീണ്ടും അത് തന്നെ പറയുന്നത്. കാശ്മീരിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ, അതായത് കാശ്മീരിൻ്റെ വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ, കിഴക്കൻ അതിർത്തി എന്ന് പറയുമ്പോൾ ആസാം, അങ്ങനെ ആ 7 സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ,
ആ സംസ്ഥാനങ്ങളുടെ അങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്ന അതിർത്തിയാണ്. അതുവരെയാണ് ഒരു വൻമതിൽ പോലെ നിലകൊള്ളുന്ന പർവ്വത നിരകളെയാണ് ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തര പർവ്വത മേഖല എവിടെ നിന്നാണ്? കാശ്മീരിന് വടക്ക് പടിഞ്ഞാറ് മുതൽ നമ്മുടെ 7 സിസ്റ്റേഴ്സ്, അരുണാചൽ പ്രദേശ്, ആസാം അങ്ങനെയുള്ള സംസ്ഥാനങ്ങളെയൊക്കെ പൊതിഞ്ഞ് നിൽക്കുന്ന ഒരു പർവ്വത നിരയാണ്, പർവ്വത മേഖലയാണ് ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത്. ഇനി ഉത്തര പർവ്വത മേഖലയെ നമ്മളിപ്പോൾ ഈ ചെറിയ ക്ലാസ്സിലൊക്കെ ഇപ്പോൾ ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശം ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഇനി ഇതിൻ്റെ ഒന്നും കൂടി വൈഡായിട്ടാണ് നമ്മൾ വലിയ ക്ലാസ്സിൽ പഠിക്കുക. ഇതിപ്പോൾ 10ാം ക്ലാസ് അല്ലേ. അപ്പോൾ ഇനി ഉത്തര പർവ്വത മേഖലയെ തന്നെ ഒന്നും കൂടി ഡീറ്റെയിൽഡായി പഠിക്കുകയാണ്. ഉത്തര പർവ്വത മേഖലയെ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ 3ആയി തരംതിരിക്കാം. അപ്പോൾ ഉത്തര പർവ്വത മേഖലയെ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ 3ആയി തരംതിരിക്കാം. ഇനി അത് പട്ടിക നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് പട്ടികയിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉത്തര പർവ്വത മേഖലയെ 3ആയി തരംതിരിക്കാമെന്ന് പറഞ്ഞു. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ഇനി ഇത് ഓരോന്ന് ഏതൊക്കെയെന്ന് നോക്കാം. ട്രാൻസ് ഹിമാലയം എന്ന് പറയുമ്പോൾ കാരക്കോറം, ലഡാക്ക്, സസ്കർ ഈ 3 മലനിരകൾ വരുന്നതാണ് ട്രാൻസ് ഹിമാലയം. കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇത് നമുക്ക് ചിലപ്പോൾ ജോഡി തിരഞ്ഞെടുക്കാനായിരിക്കും, അല്ലെങ്കിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. ട്രാൻസ് ഹിമാലയം പർവ്വതനിരകളിൽ ഉൾപ്പെടുന്നത് ഏത് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ശരിയായ ജോഡി, തെറ്റായ ജോഡി എന്നിവ ചോദിക്കാം. അപ്പോൾ ഈ കോളം പഠിക്കണം, നിർബന്ധമാണ്. അപ്പോൾ ട്രാൻസ് ഹിമാലയം, കാരക്കോറം, ലഡാക്ക്, സസ്കർ. കാലസാന്ന് പഠിച്ചാൽ മതി. കാലസാന്ന് കോഡാക്കി പഠിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും കോഡാക്കാം കേട്ടോ. ഇത് കാലസാന്നുള്ളത് ഞാൻ എൻ്റേതായ ഒരു കോഡ് പറഞ്ഞതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും കോഡാക്കാം, കുഴപ്പമില്ല. ഇനി രണ്ടാമത്തതാണ് ഹിമാലയം. ഹിമാലയത്തിൽ വരുന്നത് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇത് പിന്നെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. കാരണം ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്, അതിൽ സിവാലിക് ഉള്ള മറ്റേത് രണ്ടും ഹിമാലയം എന്നുള്ളത് തന്നെ ആ പേരിൽ തന്നെ ഹിമ എന്ന് വെച്ചിട്ട് തന്നെ വരുന്നതാണ്. അപ്പോൾ നമുക്കിത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിൻ്റെ കൂടെ സിവാലിക് എന്ന് പഠിച്ചാൽ മതി. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കിഴക്കൻ മലനിരകളാണെങ്കിലോ, കിഴക്കൻ മലനിരകൾ പത്കായ്ബും, നാഗാ കുന്നുകൾ, ഗാരോ, ഖാസി, ജയന്തിയ കുന്നുകൾ, മിസോ കുന്നുകൾ. പത്കായ്ബും നാഗാ കുന്നുകൾ, ഈ നാഗാ കുന്നുകൾ ഈ നാഗാലാൻഡിലാണ്. അതേപോലെ ഗാരോ, ഖാസി, ജയന്തിയ കുന്നുകൾ വരുന്നത് മേഘാലയയിലാണ്. പിന്നെ മിസോ കുന്നുകൾ, മിസോറാമിലെ മിസോ കുന്നുകൾ. ഈ 4 കുന്നുകളാണ് വരുന്നത്. കിഴക്കൻ മലനിരകൾ എന്ന് പറഞ്ഞാൽ കിഴക്ക് ഭാഗം ആലോചിച്ചാൽ മതി. കിഴക്ക് ഭാഗത്തുള്ള സംസ്ഥാനങ്ങളാണല്ലോ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളൊക്കെ. നമ്മൾ 7 സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, 7 സിസ്റ്റേഴ്സ് സംസ്ഥാനങ്ങളിലെ നാഗാലാൻഡും മേഘാലയയും മിസോറാമും. NGMM, നാഗാലാൻഡ്, മിസോറാം, മേഘാലയ. അതിൽ നമുക്ക് എന്നുള്ളത് നാഗാലാൻഡ് എന്ന് ഓർത്താൽ തന്നെ നാഗാക്കുന്ന് എന്ന് കിട്ടും. മിസോറാം എന്ന് ഓർത്താൽ മിസോ കുന്ന് എന്ന് കിട്ടും. പിന്നെ ഗാരോ, ജയന്തിയ കുന്നുകൾ മേഘാലയയിലാണ്. നമ്മൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻഡ്രോം, അതുപോലെ ചിറാപുഞ്ചിയൊക്കെ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മേഘാലയ. അവിടുത്തെ ഉള്ള കുന്നുകളാണ് ഗാരോ, ഖാസി, ജയന്തിയ കുന്നുകൾ. അതിൽ ഈ ഗാരോ കുന്നുകളിലാണ് ചിറാപുഞ്ചി. ഗാരോ കുന്നുകളുടെ താഴ്വരയാണ് ചിറാപുഞ്ചി. അപ്പോൾ കിഴക്കൻ മലനിരകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പട്ടിക മറക്കരുത്, പട്ടിക നോക്കണേ. ഇനി ട്രാൻസ് ഹിമാലയത്തിനെ കുറിച്ച് ഒന്നും കൂടി ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം, അതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും നോക്കാം. ട്രാൻസ് ഹിമാലയം, കാരക്കോറം, ലഡാക്ക്, സസ്കർ, കാലസ, ഞാൻ കോഡ് പറഞ്ഞു കാലസ എന്ന്, കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വത നിരകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം. നമ്മളത് പറഞ്ഞതാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരകളിലാണ്. മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. ഈ മൗണ്ട് കേറ്റു, നമുക്ക് കേറ്റു എന്നുള്ള എന്ന് തന്നെ എടുത്താൽ നമുക്ക് കാരക്കോറം എന്നറിയാലോ. കാരക്കോറം മലനിരകളിലാണ് മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത്.
ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നും പറയും. ഇതിൻ്റെ ഉയരം 8661 മീറ്ററാണ്. 8661 മീറ്ററാണ് മൗണ്ട് കേറ്റുവിൻ്റെ ഉയരം അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ്റെ. അപ്പോൾ ട്രാൻസ് ഹിമാലയൻ നമ്മൾ പറഞ്ഞു കാരക്കോറം, കാലസ, കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ചേർന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റി സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരകളിലാണ്. ഇതിന് ഓപ്ഷനിൽ നമുക്ക് കാരക്കോറം തരാതെ ട്രാൻസ് ഹിമാലയൻ എന്ന് തന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ കേട്ടോ, അത് സെലക്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു ഏത് മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് തരുമ്പോൾ ചിലപ്പോൾ ഓപ്ഷനിൽ നമുക്ക് ഈ കാരക്കോറം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രാൻസ് ഹിമാലയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, PSC എങ്ങനെയാണ് ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കണം. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമാണ് കാരക്കോറം. ഇതിൽ പ്രധാനപ്പെട്ടത് ഇതിൻ്റെ ഉയരമാണ് 8661 കിലോമീറ്റർ. ഇതിപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ 3, 6 ഉണ്ട് വിചാരിക്കുക. 3, 6. അപ്പോൾ അതിൽ ഫസ്റ്റത്തത് 8ആണ്, പിന്നെ 2 6ആണ്. ഈ 8ൽ 8നെ 6ആക്കാൻ അതിൽ നിന്ന് 1 എടുത്താൽ 1 ഇങ്ങോട്ട് മാറ്റിയാൽ 1, അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം അതുപോലെ ഇത് കണക്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തൊരു പ്രധാനതാണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം 6000 മീറ്ററാണ്. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വടക്കോട്ട് പോകുന്തോറും ഈ പർവ്വത നിരകളുടെ ഉയരം കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഈ ട്രാൻസ് ഹിമാലയം എന്ന് പറയുമ്പോൾ കാശ്മീർ ആ സൈഡാണ് വരിക. പിന്നെ അവിടുന്ന് അങ്ങോട്ട് അങ്ങനെ ഉത്തരാഖണ്ഡ്, അങ്ങനെ ഹിമാചൽ, ഉത്തരാഖണ്ഡ്, അങ്ങനെ നമ്മളെ 7 സിസ്റ്റേഴ്സ് വടക്കൻ സംസ്ഥാനങ്ങളിലോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഉയരം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ ട്രാൻസ് ഹിമാലയൻ നിരകളായിരിക്കും ഇതിൽ ശരാശരി ഏറ്റവും ഉയരമുള്ളത്. 6000 മീറ്ററാണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം. അതിൽ തന്നെ 8661 മീറ്റർ ഉയരമുള്ള മൗണ്ട് കേറ്റുവാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. അത് ട്രാൻസ് ഹിമാലയൻ പർവ്വത നിരകളിലെ കാരക്കോറം മലകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ട്രാൻസ് ഹിമാലയം കഴിഞ്ഞാൽ അടുത്തതാണ് ഹിമാലയം. ഹിമാലയത്തിൽ നമ്മൾ പറഞ്ഞു ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഈ 3 മലനിരകൾ ചേർന്നതാണ് ഹിമാലയം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കുമിടയിൽ വടക്കു പടിഞ്ഞാറ് തെക്കു കിഴക്ക് ദിശയിലാണ് ഹിമാലയ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കുമിടയിൽ വടക്കു പടിഞ്ഞാറ് തെക്കു കിഴക്ക് ദിശയിലാണ് ഹിമാലയ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ പർവ്വതനിരകൾക്ക് ഏകദേശം 2400 കിലോമീറ്റർ നീളമുണ്ട്. നമ്മൾ നേരത്തെ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഉയരം പറഞ്ഞത് 6000 മീറ്ററാണ്. ഇതാവുമ്പോൾ 2400 കിലോമീറ്റർ നീളമാണ്. 2400 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. മറ്റേത് ഉയരമാണ് 6000 പറഞ്ഞത്. പക്ഷേ ഈ വടക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ ഉയരം കുറഞ്ഞു വരികയാണ്. അത് ഓർക്കണം. അത് ചിലപ്പോൾ നമുക്ക് പോയിൻ്റായിട്ട് ചോദിക്കും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ. ഈ പർവ്വതനിരകൾക്ക് ഏകദേശം 2400 കിലോമീറ്റർ നീളമുണ്ട്. അപ്പോൾ ഇതിൻ്റെ നീളമാണ് ഇവിടെ തന്നത്. ലോകത്തിലെ ഉയരമേറിയ നിരവധി കൊടുമുടികൾ ഇതിൽ ഉൾപ്പെടുന്നു. കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതങ്ങളുടെ ഉയരം കുറഞ്ഞു വരുന്നതായി കാണാം. നമ്മൾ പറഞ്ഞില്ല, കിഴക്കോട്ട് പോകുന്തോറും പർവ്വതങ്ങളുടെ ഉയരം കുറഞ്ഞു വരികയാണ്. കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതങ്ങളുടെ ഉയരം കുറഞ്ഞു വരുന്നതായി കാണാം. കാശ്മീർ പ്രദേശത്തെ ഏകദേശം 400 കിലോമീറ്റർ വീതിയുള്ള ഉത്തര പർവ്വതനിരകൾക്ക് അരുണാചൽ പ്രദേശിൽ വീതി ഏകദേശം 150 കിലോമീറ്ററാണ്. ഏകദേശം 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ഭൂപ്രദേശം സമാന്തരങ്ങളായ 3 പർവ്വതനിരകൾ ഉൾപ്പെട്ടതാണ്. അവ ഓരോന്നിൻ്റെയും സവിശേഷതകൾ നോക്കൂ എന്ന് പറഞ്ഞിട്ട് അവിടെ താഴത്തുണ്ട് കോളം. ഇനി ഇതിലുള്ള കോളത്തിൽ മൗണ്ട് എവറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഹിമാലയ പർവ്വതത്തിലാണ്. ഇത് നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ ഉയരം 8848ആണ്. 3814 മൗണ്ട് എവറസ്റ്റിൻ്റെ ഉയരം 38ആണ്. 3814. ഓക്കെ,
ഫസ്റ്റ് 2 8, പിന്നെ 4, പിന്നെ 8, 8848. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഇതിലുള്ള വരുന്ന ചോദ്യങ്ങൾ, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? ഹിമാലയമാണ്. ഹിമാലയ പർവ്വതത്തിലാണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് എവറസ്റ്റാണ്. എവറസ്റ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? നേപ്പാളിലാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഉയരം ചോദിച്ചാൽ 8848. മൗണ്ട് കെ2 ഇന്ത്യയിലെ ഉയരമുള്ള കൊടുമുടിയാണ്. അതിൻ്റെ 8661 അതിൻ്റെ ഉയരം. കാരക്കോറം മലനിരകളിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഹിമാലയൻ മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഹിമാലയത്തിൽ നമ്മൾ പറഞ്ഞ ഹിമാലയത്തിലെ മലനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇനി നമുക്കിതിൽ ഓരോന്നിൻ്റെയും സവിശേഷതകൾ നോക്കാം. ആദ്യം ഹിമാദ്രിയുടെ സവിശേഷത എന്തൊക്കെയാണ്? ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാദ്രി. ശരാശരി ഉയരം 6000 മീറ്ററാണ്. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനം. 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള നിരവധി കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹിമാദ്രിയുടെ പ്രത്യേകത എന്താണ്? ഏറ്റവും ഉയരം കൂടിയ നിരയാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഒന്ന് നല്ല ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ഇതിൻ്റെ നോട്ടുകളൊന്ന് എഴുതി വെക്കുക കേട്ടോ. ഇങ്ങനെ എഴുതി വെച്ചാൽ ഒന്നും കൂടി നന്നാവും. ഹിമാദ്രി ഏറ്റവും ഉയരം കൂടിയ നിരയാണ്. ശരാശരി ഉയരം 6000 മീറ്ററാണ്. ഇതിൽ ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനം. അപ്പോൾ ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനം ഹിമാദ്രി നിരകളാണ്. 8000 മീറ്റർ മുകളിൽ ഉയരമുള്ള നിരവധി കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നു. കാഞ്ചൻഗംഗ, നന്ദാദേവി. കാഞ്ചൻഗംഗ, നന്ദാദേവിക്ക് 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള കൊടുമുടികൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഓപ്ഷനിൽ ഇങ്ങനെ ചേരാം. 8000 മീറ്റർ ഉയരം കൂടുതലുള്ള കൊടുമുടികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയും തരാം നമുക്ക്. അപ്പോൾ മൗണ്ട് കെ2, കാഞ്ചൻഗംഗയും നന്ദാദേവിയൊക്കെ അതിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഹിമാദ്രിയിലാണ് കാഞ്ചൻഗംഗയും നന്ദാദേവിയും വരുന്നത്. പക്ഷേ മറ്റേ ട്രാൻസ് ഹിമാലയത്തിലാണ് മൗണ്ട് കെ2 വരുന്നത്. ഈ ഹിമാലയത്തിൻ്റെ അടുത്ത പർവ്വതനിരയാണ് ഹിമാചൽ. ഹിമാദ്രിയുടെ തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ശരാശരി ഉയരം 3000 മീറ്റർ. ഇപ്പോൾ ഹിമാചലിൻ്റെ ശരാശരി ഉയരം 3000 മീറ്ററാണ്. ഹിമാദ്രി ആണെങ്കിൽ 6000 മീറ്ററാണ്. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഈ പർവ്വത നിരകളുടെ തെക്കേ ചെരുവിലായി സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഹിമാചലുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത് സിംല, ഡാർജിലിംഗ് സുഖവാസ കേന്ദ്രങ്ങൾ, ശരാശരി ഉയരം 3000 മീറ്റർ. മറ്റേതാകും ഹിമാദ്രി ആകുമ്പോൾ ശരാശരി ഉയരം 6000 മീറ്റർ. പിന്നെ 8000-ന് മുകളിലുള്ള നിരവധി കൊടുമുടികളുണ്ട്. അതിൻ്റെ ഉദാഹരണം കാഞ്ചൻഗംഗ, നന്ദാദേവി. സിവാലിക്കാണ് അടുത്തതാണ്. സിവാലിക് ഹിമാചലിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ശരാശരി ഉയരം 1220 മീറ്റർ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തെക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ ഉയരം കുറയാണ്. അപ്പോൾ സിവാലിക്കാണ്. സിവാലിക്കിന് ഉയരം 1220 മീറ്ററാണ് സിവാലിക്കിൻ്റെ ഉയരം. ഹിമാചൽ മലനിരകൾക്ക് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ഹിമാലയൻ നദികൾ ഈ പർവ്വതനിരയെ മുറിച്ചു കൊണ്ടൊഴുകുന്നതിനാൽ പലയിടങ്ങളിലും തുടർച്ച നഷ്ടപ്പെടുന്നു. അപ്പോൾ ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഈ 3 നദികളാണ് ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളാണ് ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നത്. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഹിമാലയൻ നദികൾ. അപ്പോൾ ഹിമാലയൻ നദികൾ ഈ സിവാലിക് പർവ്വതനിരയെ പലയിടത്ത് മുറിച്ച് കണ്ട് ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് പലയിടത്തും ഇങ്ങനെ പർവ്വതങ്ങളുടെ തുടർച്ച നഷ്ടപ്പെടുന്നുണ്ട്. അതായത് പർവ്വതങ്ങൾക്ക് ഇടയിലൂടെയാണ് ഇവ ഒഴുകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ആ തുടർച്ച നഷ്ടപ്പെടുന്നുണ്ട്. നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ കാണപ്പെടുന്നു. ഇവയെ ഡൂണുകൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണം ഡറാഡൂൺ. അപ്പം നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ സിവാലിക് നിരകളിൽ കാണപ്പെടുന്നു. ഇവയാണ് ഡൂണുകൾ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് ഡറാഡൂൺ. സിവാലിക് മലനിരകളിലാണ്. അപ്പോൾ
നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരയാണ് ഡൂണുകൾ. ആ ഡൂണുകൾക്ക് ഉദാഹരണമാണ് ഡെറാഡൂൺ. ഉത്തര പർവ്വത മേഖലകളിലെ ചുരങ്ങൾ ഏതൊക്കെയാണ്? പർവ്വതനിരകൾ മുറിച്ചു കടക്കാനായി സഹായകമായ സ്വാഭാവിക മലയിടുക്കുകളാണ് ചുരങ്ങൾ. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇത് കള്ളിയിൽ വന്നതുമാണ്. എന്താണ് ചുരങ്ങൾ എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ചുരങ്ങൾ എന്ന് ചോദിച്ചാൽ പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക മലയിടുക്കുകളാണ് ചുരങ്ങൾ. സ്വാഭാവികമായ മലയിടുക്കുകളാണ്. പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക മലയിടുക്കുകളാണ് ചുരങ്ങൾ. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക. നമുക്കിത് അറിയാവുന്ന കാര്യമാണ്. ചുരം എന്താണെന്ന് എനിക്കറിയാമെന്നൊക്കെ നിങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. അപ്പോൾ എന്താണ് ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചുരം ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ലേ, ഞങ്ങൾ വയനാട് ചുരത്തൊക്കെ പോകണ ആളില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ പരീക്ഷയിൽ ഒരു 4 ഓപ്ഷനാണ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ കൺഫ്യൂഷനാവും. അപ്പോഴാണ് നമുക്ക് ഇത് കറക്റ്റ് ഉള്ളിലൂടെ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ബുദ്ധിമുട്ട് അപ്പോഴാണ് അറിയുക. അപ്പോൾ പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക മലയിടുക്കുകളാണ് ചുരങ്ങൾ എന്ന് ഓർത്തിരിക്കുക. ഇനി ഉത്തര പർവ്വത മേഖലയിൽ വരുന്ന പ്രധാനപ്പെട്ട ചുരങ്ങളാണ് ലിപ്പ് ലേക്ക്, ഷിപ്കില, സോജില, നാദുല. അപ്പോൾ ഉത്തര പർവ്വത മേഖലയിലെ ചുരങ്ങളാണ് ലിപ്പ് ലേക്ക്, ഷിപ്കില, സോജില, നാദുല. അപ്പോൾ ലിപ്പ് ലേക്കും ഷിപ്കിലയും ടിബറ്റുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. അതിൽ ലിപ്പ് ലേക്ക് ഉത്തരാഖണ്ഡിന് ടിബറ്റുമായിട്ടും ഷിപ്കില ഹിമാചൽ പ്രദേശിന് ടിബറ്റുമായിട്ടും ബന്ധിപ്പിക്കുന്നു. നാദുലയാണെങ്കിലോ സിക്കിമിനെ ടിബറ്റുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. സോജില ശ്രീനഗറിനെ കാർഗിലുമായി ബന്ധിപ്പിക്കുന്നു. സോജില ചുരം ശ്രീനഗർ കാർഗിലുമായി ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ലിപ്പ് ലേക്ക് ചുരം ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു. സോജില ചുരം ശ്രീനഗറിനെ കാർഗിലുമായി ബന്ധിപ്പിക്കുന്നു. നാദുല ചുരം സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു. പ്രധാനമായും ഈ 4 ചുരങ്ങളാണ് ഉത്തര പർവ്വത മേഖലയിൽ വരുന്ന ചുരങ്ങൾ. ഭൂപ്രദേശത്തിൻ്റെ ഉയരക്രമം അനുസരിച്ച് വ്യത്യസ്തങ്ങളായ സസ്യജാലങ്ങൾ ഈ പർവ്വത പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരങ്ങളിൽ ഓക്ക്, ചെസ്നട്ട്, മേപ്പിൾ തുടങ്ങിയ വൃക്ഷങ്ങളും അതിന് മുകളിലേക്ക് ഉയരങ്ങളിൽ ദേവദാരു, സ്പ്രൂസ് തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങളും കാണപ്പെടുന്നു. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 10,000 മുതൽ 2,000 മീറ്റർ വരെ ഉയരങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങൾ ഏതൊക്കെയാണ്? ഓക്ക്, ചെസ്നട്ട്, മേപ്പിൾ. ഓക്ക്, ചെസ്നട്ട്, മേപ്പിൾ സമുദ്രനിരപ്പിൽ നിന്ന് 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളാണ് ഓക്ക്, ചെസ്നട്ട്, മേപ്പിൾ. അതിൻ്റെ മുകളിലാണെങ്കിലോ 2000 മീറ്ററിന് മുകളിൽ കാണപ്പെടുന്ന ഉയരങ്ങളിൽ കാണപ്പെടുന്ന സസ്യങ്ങളാണ് ദേവദാരു, സ്പ്രൂസ്, സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ. ദേവദാരു, സ്പ്രൂസ് എന്നിവ 2000 മീറ്ററിന് മുകളിൽ ഉയരത്തിൽ കാണപ്പെടുന്ന സസ്യങ്ങളാണ്. ഇതാണ് അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് നമുക്ക് വരാനുള്ള ചോദ്യങ്ങൾ. ഇനി ഇവിടെ ഒരു കോളമുണ്ട്, ഹിമവാൻ്റെ ജനനം. ഹിമവാൻ എങ്ങനെയാണ് ഉണ്ടായി എന്നുള്ളതാണ് ഈ കോളത്തിൽ പറയുന്നത്. ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടിയപ്പോൾ ഇവയ്ക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന തേത്തീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നാണ് ഹിമാലയ പർവ്വതനിരകൾ രൂപപ്പെട്ടത് എന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം. അപ്പോൾ ഹിമാലയൻ പർവ്വതനിരകൾ രൂപപ്പെട്ടത് എങ്ങനെയാണെന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത്. ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടിയപ്പോൾ
ഇവയ്ക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന തെത്തീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നാണ് ഹിമാലയൻ പർവ്വതനിരകൾ രൂപപ്പെട്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം എങ്ങനെയുണ്ട്? തേത്തീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് ഉയർന്ന് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്ന് രൂപപ്പെട്ട പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചാൽ ഹിമാലയൻ പർവ്വതനിരയാണ്. അതുപോലെ ഹിമാലയൻ പർവ്വതനിരക്ക് കാരണമായ കൂട്ടിമുട്ടൽ ഏതൊക്കെയാണ്? ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവുമാണ്. അപ്പോൾ ഏതൊക്കെ ഫലകങ്ങൾ കൂട്ടിമുട്ടിയിട്ടാണ് ഹിമാലയൻ പർവ്വതനിര രൂപപ്പെട്ടത് എന്ന് ചോദിക്കാം. അപ്പോൾ ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും. അതേപോലെ ഏത് സമുദ്രത്തിൻ്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നാണ് ഹിമാലയൻ പർവ്വതം രൂപപ്പെട്ടത് എന്ന് ചോദിച്ചാൽ തേത്തീസ് സമുദ്രത്തിൻ്റെ. ഇനി തേത്തീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്ന് രൂപപ്പെട്ട പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചാൽ ഹിമാലയൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്നൊരു 3-4 ചോദ്യങ്ങൾ ഏകദേശം നമുക്ക് ചോദിക്കാം. അത് തിരിച്ചും മറിച്ചും ചോദിക്കാം. ഓക്കെ. ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള സമുദ്രജീവികളുടെ ഫോസിലുകൾ ഈ വാദത്തിന് അനുകൂലമായ തെളിവുകളാണ്. അപ്പോൾ ഹിമാലയത്തിൽ നിന്ന് ഒരുപാട് സമുദ്രജീവികളുടെ ഫോസിൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്രജ്ഞർ ഇങ്ങനൊരു വാദം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഹിമാചൽ പറഞ്ഞു, ഹിമാദ്രി പറഞ്ഞു, ഹിമാചൽ പറഞ്ഞു. ഇനി അടുത്തതാണ് ഹിമാലയൻ നിരകളിലെ അടുത്തതാണ് കിഴക്കൻ മലനിരകൾ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ പ്രദേശം പൂർവാചൽ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ കിഴക്കൻ മലനിരകൾ പൂർവാചൽ എന്നും അറിയപ്പെടുന്നുണ്ട്. ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെയാണ് കിഴക്കൻ മലനിരകളുടെ ഉയരം. കിഴക്കൻ മലനിരകളുടെ ഉയരം 500 മുതൽ 3000 മീറ്റർ വരെയാണ്. പൂർവാചൽ എന്നറിയപ്പെടുന്നത് കിഴക്കൻ മലനിരകളാണ്. കിഴക്കൻ മലനിരകളിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻഡ്രോവും ചിറാപുഞ്ചിയും. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മൗസിൻഡ്രോ ആണ്. 2ാം സ്ഥാനം ചിറാപുഞ്ചിയാണ്. രണ്ടും കിഴക്കൻ മേഖലയിൽ തന്നെ മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2 പ്രദേശവും കിഴക്കൻ മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിബിഡമായ ഉഷ്ണമേഖലാ മഴക്കാടുകളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ധാരാളം മഴ ലഭിക്കുന്നത് കൊണ്ട് തന്നെ നിബിഡമായ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണുന്ന ഒരു പ്രദേശം കൂടിയാണ് കിഴക്കൻ മലനിരകൾ. അപ്പോൾ കിഴക്കൻ മലനിരകളിലാണ് നിബിഡമായ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്ന ഒരു പ്രദേശം. ഇനി കിഴക്കൻ മലനിരകൾ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഭൂപടത്തിൻ്റെ സഹായത്തോടെ കണ്ടെത്തൂ. ഇന്ത്യയുടെ രൂപരേഖയിൽ ഉത്തര പർവ്വത മേഖലയിൽ ഉൾപ്പെട്ട പർവ്വതനിരകൾ അടയാളപ്പെടുത്തൂ. ഇതൊക്കെ നമുക്ക് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിലുണ്ടാവും. ഇത് ഇപ്പോൾ നമ്മളത് നോക്കണമെന്നില്ല. ജസ്റ്റ് അതൊന്ന് കണ്ടെത്തി അല്ലെങ്കിൽ മാപ്പുകളൊക്കെ നോക്കി ഒന്ന് തുടർ പ്രവർത്തനം നടത്തുന്നത് ഏറ്റവും നന്നാവും. നമ്മളിപ്പോൾ ഇത് സ്റ്റുഡൻ്റായിട്ട് തന്നെ ഇത് പഠിക്കണം. അപ്പോഴേ ശരിയാവുള്ളൂ. നമ്മൾ സ്റ്റുഡൻ്റാണ്. ഉത്തര പർവ്വത മേഖലയിലുടനീളം പൊതുവെ ഫലപുഷ്ടി കൂടിയ പർവ്വത മണ്ണാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും ഫലപുഷ്ടിയും ജൈവാംശം കൂടിയ മണ്ണുമാണ് പർവ്വത മണ്ണ്. പർവ്വത മണ്ണിലാണ് ജൈവാംശം കൂടുതലും ഫലഭൂയിഷ്ഠമായ മണ്ണും. അപ്പോൾ ഉത്തര പർവ്വത മേഖലയിൽ ഉടനീളം പൊതുവെ ഫലപുഷ്ടി കൂടിയ പർവ്വത മണ്ണാണ് കാണപ്പെടുന്നത്. ഹിമവാന്റെ മടിത്തട്ടിലെ ജീവിതം. മൃഗപരിപാലനമാണ് ജനങ്ങൾ അനുവർത്തിക്കുന്ന ഒരു ജീവിതമാർഗം. ഇവിടുത്തെ പുൽമേടുകളെ ആശ്രയിച്ചാണ് മൃഗപരിപാലനം. കാശ്മീർ, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെമ്മരിയാടുകളെ വളർത്തുന്നു. ഇത് തണുത്ത പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ ഇവിടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെമ്മരിയാടുകളെ വളർത്തുന്നുണ്ട്. ചെമ്മരിയാടുകളുടെ രോമം കൊണ്ടുള്ള വസ്ത്രങ്ങളാണ് ഇവിടുത്തെ ജനങ്ങൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചെമ്മരിയാടുകളെ വളർത്തുന്നത്. പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഒഴുകി കണ്ടുവരുന്ന എക്കൽ അടിഞ്ഞുകൂടിയതാണ് സിവാലിക്കിൻ്റെ താഴ്വര മേഖല. സിവാലിക്കിൻ്റെ താഴ്വര മേഖല ഹിമാലയൻ നദികൾ ഒഴുക്കി കൊണ്ടുവന്ന എക്കൽ നിക്ഷേപം അടിഞ്ഞുകൂടിയതാണ്.
പർവ്വതനിരകളിൽ നദികൾ ഒഴുക്കിക്കൊണ്ടുവന്ന എക്കിൽ അടിഞ്ഞുകൂടിയതാണ് സിവാലിക്കിൻ്റെ താഴ്വര മേഖല. ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ് എന്നിവ കൂടാതെ ആപ്പിൾ, ഓറഞ്ച് തുടങ്ങിയ പഴവർഗ്ഗങ്ങളും തേയിലയും ഈ മേഖലയിൽ കൃഷി ചെയ്യുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ആസാം മലനിരകളിലാണ്. അപ്പോൾ ഉത്തര പർവ്വത മേഖലയിലെ പ്രധാന കൃഷികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ്, ആപ്പിള്, ഓറഞ്ച്, തേയില, പഴവർഗ്ഗങ്ങൾ. അപ്പോൾ ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ്, ആപ്പിള്, ഓറഞ്ച്, പഴവർഗ്ഗങ്ങൾ, അതുപോലെ തേയില. ഇതാണ് ഉത്തര പർവ്വത മേഖലയിലെ പ്രധാനപ്പെട്ട കൃഷി. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ആസാമിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ആസാമിലാണ്. ആസാമിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ഇവിടെ കണ്ട ഓരോ കാര്യങ്ങളും ചിത്രത്തോടൊക്കെ കാണിച്ചിട്ടുണ്ട്. കാശ്മീരിലെ കുങ്കുമപ്പൂ കൃഷി. കുങ്കുമപ്പൂ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് കാശ്മീരിലാണ്. അതുപോലെ ആസാമിലെ തേയിലത്തോട്ടം. തേയില ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ആസാമിലാണ് ഇന്ത്യയിൽ. പിന്നെ ഗംഗയുടെ ഉത്ഭവസ്ഥാനമായ ഗോമുഖ് ഗുഹ. ഇവിടെ ഇതൊരു ചോദ്യമാണ്. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഗോമുഖ് ഗുഹയാണ്. പിന്നെ മാനസ സരോവർ തടാകം. മാനസ സരോവർ തടാകത്തിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഗോമുഖ് ഗുഹ. ഇത് ഇവിടുത്തെ ചോദ്യമാണ്. ഗോമുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. ഇനി ഉത്തര പർവ്വത മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? സിംല, ഡാർജിലിംഗ്, കുളു, മണാലി. ഉത്തര പർവ്വത മേഖലയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് സിംല, ഡാർജിലിംഗ്, കുളു, മണാലി. ഇനി ഉത്തര പർവ്വത മേഖലയുടെ പ്രാധാന്യം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ പോയിൻ്റ് ഇട്ട് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഉത്തര പർവ്വത മേഖലയുടെ പ്രാധാന്യം. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഈ പർവ്വത മേഖല എത്രമാത്രം പങ്കുവഹിക്കുന്നു എന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ് പോയിൻ്റുകൾ. അപ്പോൾ പോയിൻ്റുകൾ എന്തൊക്കെയാണ് നോക്കാം. പുരാതന കാലം മുതൽ തന്നെ വടക്കു പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ ഒരു പരിധിവരെ നമ്മെ സംരക്ഷിച്ചു പോരുന്നു. ഇത് പ്രസ്താവന ടൈപ്പ് ചോദ്യമാണ് വരിക. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. പുരാതന കാലം മുതൽ തന്നെ വടക്ക് പടിഞ്ഞാറ്, ആ ദിശകൾ പ്രത്യേകം നോട്ട് ചെയ്യണം. വടക്ക് പടിഞ്ഞാറാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വടക്ക് പടിഞ്ഞാറ് എന്നുള്ളത് മാറ്റിയിട്ട് കിഴക്ക് പടിഞ്ഞാറെന്നോ അല്ലെങ്കിൽ കിഴക്ക് തെക്കുന്നോ അങ്ങനെ കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന തെറ്റ് ഇതായിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ ഒരു ഓളത്തിൽ വായിച്ചു പോയി കഴിഞ്ഞാൽ ഈ വടക്ക് പടിഞ്ഞാറ് എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ കിഴക്ക് തെക്ക് തന്നെയാണ്, ആ ശരി തന്നെയാണ് വിചാരിക്കും. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇങ്ങനെയാണ് തലതിരിച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാറ്. ഇങ്ങനെയാണ്: പുരാതന കാലം മുതൽ തന്നെ വടക്കു പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ നമ്മെ സംരക്ഷിച്ചു പോരുന്നു. അപ്പോൾ ഉത്തര പർവ്വത മേഖലയുടെ പ്രാധാന്യമാണ് നമ്മൾ പറയുന്നത്. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിക്കുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ തെറ്റായി കൊടുക്കാം? ഈ ഉത്തരേന്ത്യയിൽ എന്നുള്ളത് ദക്ഷിണേന്ത്യയിൽ നിന്ന് കൊടുക്കാം, അല്ലെങ്കിൽ വടക്കേന്ത്യയിൽ നിന്ന് കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ട് രീതിയിൽ കൊടുക്കാം. ഓക്കെ, ദക്ഷിണേന്ത്യയിൽ നിന്ന് കൊടുക്കാം. ഉത്തരേന്ത്യയിൽ നിന്നുള്ളത് ദക്ഷിണേന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ പടിഞ്ഞാറേന്ത്യയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റായി കൊടുക്കാം. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിലാണ് ഉടനീളം മഴ പെയ്യിക്കുന്നത് ഉത്തരമേഖല പർവ്വതനിരകളാണ്. ഉത്തരേന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തര സൈഡാണ്, അതായത് തെക്ക് സൈഡ്. തെക്ക് എന്ന് പറയുമ്പോൾ കാശ്മീരിൻ്റെ ആ സൈഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് ആ വരുന്ന സൈഡാണ് ഉത്തരേന്ത്യ എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെയൊക്കെ മഴ ലഭിക്കാൻ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തിയിട്ട് അവിടെയൊക്കെ മഴ പെയ്യിക്കുന്നത് ഈ പർവ്വത മേഖലയാണ്, ഉത്തര പർവ്വത മേഖലയാണ്. അത് നമുക്ക് അതിൽ ഉത്തര പർവ്വത മേഖലയുടെ പ്രാധാന്യം എന്താ ചോദിക്കുമ്പോൾ തന്നെ അറിയാലോ. അതിൽ തന്നെ ഉത്തരത്തിൽ തന്നെ ഉത്തര പർവ്വത മേഖലയിൽ തന്നെ ഉത്തരേന്ത്യ എന്നുണ്ട്. അപ്പോൾ അത് തെറ്റാൻ സാധ്യതയില്ല. ഇനി ശൈത്യകാലത്ത് വടക്കുനിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. ശൈത്യകാലത്ത്
വടക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമായി നദികളുടെ ഉത്ഭവ പ്രദേശം. നദികളുടെ ഉത്ഭവ പ്രദേശം എന്ന് പറഞ്ഞാൽ ഹിമാലയൻ നദികൾ നമ്മൾ പറഞ്ഞു. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ ഉത്ഭവ പ്രദേശം ഹിമാലയത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു. പിന്നെ വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമായി സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. ശൈത്യകാലത്ത് ഈ വടക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഈ വടക്ക് നിന്ന് എന്നുള്ളത് ചിലപ്പോൾ അവർ തെക്ക് നിന്ന് എന്ന് ചോദിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. തെക്ക് നിന്നല്ല, വടക്ക് നിന്നാണ്. വടക്ക് ഓക്കെ, വടക്ക് നിന്നുള്ളതാണ്, തെക്ക് നിന്നല്ല. അപ്പോൾ ഈ പിന്നെ താഴെ നമ്മൾ പറഞ്ഞു സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളാണ് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ. അത് നമ്മൾ പറഞ്ഞു. ഇനി ഇത് ഈ ഒരു കുട്ടി പറയുന്നതായിട്ട് കൊടുത്ത് ടിബറ്റിൽ ബ്രഹ്മപുത്രയെ ഞങ്ങൾ സാങ്പോ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ചോദ്യം എങ്ങനെയാണ്? ടിബറ്റിൽ ബ്രഹ്മപുത്രയെ വിളിക്കുന്ന പേരെന്താണ്? സാങ്പോ. ടിബറ്റിൽ ബ്രഹ്മപുത്രയെ വിളിക്കുന്ന പേര് സാങ്പോ. ഇനി ബംഗ്ലാദേശിലോ? ജമുന എന്നാണ് വിളിക്കുന്നത്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയെ വിളിക്കുന്ന പേര് ജമുന. അപ്പോൾ ഇതിൽ 2 ചോദ്യങ്ങൾ കിട്ടി. ബംഗ്ലാദേശിൽ ജമുന എന്നും ടിബറ്റിൽ സാങ്പോ എന്നും വിളിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ബംഗ്ലാദേശിൽ ജമുന എന്നും ടിബറ്റിൽ ബ്രഹ്മപുത്ര എന്നും വിളിക്കുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര നദിയാണ്. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര നദി. ഇനി കണ്ട അതിൽ മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഓരോ നദികളും അവയുടെ പോഷക നദികളൊക്കെ കൊടുത്തിട്ടുണ്ട്. മാപ്പ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ജസ്റ്റ് മാപ്പുകളൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കാനാണ്. ഈ മാപ്പ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഡീറ്റെയിൽഡായി നോക്കിയിട്ട് നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് നോക്കി മനസ്സിലാക്കുക കേട്ടോ. ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഇനി ഇതിൽ വരുന്ന അടുത്ത പ്രധാനപ്പെട്ട കോളമാണ് ഹിമാലയൻ നദികൾ. ഹിമാലയൻ നദികൾ, ഉത്ഭവസ്ഥാനം, നീളം, പോഷക നദികൾ, ഒഴുകുന്ന സംസ്ഥാനങ്ങൾ, എത്തിച്ചേരുന്ന സമുദ്രം. ഇതിൽ പോഷക നദികൾ ഏതൊക്കെയെന്നുള്ളത് ഒക്കെ നമുക്ക് പൂരിപ്പിക്കാൻ തന്നിരിക്കുകയാണ്. ഇത് നമ്മൾ ഇതുപോലെ കോളം വരച്ചിട്ട് ഇത് കണ്ടെത്തി ഈ ഒഴുകുന്ന സംസ്ഥാനങ്ങളും എത്തിച്ചേരുന്ന സമുദ്രം അത് കൊടുത്തിട്ടുണ്ട്. ഒഴുകുന്ന സംസ്ഥാനങ്ങളും പോഷക നദികളും നമ്മളോട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ എഴുതി കണ്ടെത്തുക. ഓക്കെ. ഇനി നിങ്ങൾക്ക് കിട്ടില്ലെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഉത്തരം പറയാം. ഹിമാലയൻ നദികളിലെ സിന്ധുവിൻ്റെ ഉത്ഭവസ്ഥാനം ടിബറ്റിലെ മാനസ സരോവർ തടാകം. ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. സിന്ധു നദിയുടെ ഏകദേശ നീളം 2880 കിലോമീറ്ററാണ്. അതിൽ 709 കിലോമീറ്റർ മാത്രമേ ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. സിന്ധു നദിയുടെ ഏകദേശം 2880 കിലോമീറ്ററാണ് സിന്ധു നദിയുടെ നീളം. അതിൽ വെറും 709 കിലോമീറ്റർ മാത്രമാണ് സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. പോഷക നദികൾ നമുക്കറിയാം. ഝലം, രവി, ചിനാബ്, സലം, രവി, സത്ലജ് എന്നിവയാണ് സിന്ധു നദിയുടെ പോഷക നദികൾ. ഝലം, രവി, ബിയാസ്, സത്ലജ്, ചിനാബ്. ഓക്കെ. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ അത് അറബിക്കടലിലാണ് സിന്ധു നദി ചെന്ന് പതിക്കുന്നത്. സംസ്ഥാനങ്ങൾ നിങ്ങൾ കണ്ടെത്തി എഴുതുക. ഗംഗാ നദി ഗംഗോത്രിയിൽ ഹിമാനിയിലെ ഗോമുഖ് ഗുഹ. ഇത് നമ്മൾ ആ ചിത്രസഹിതം കണ്ടതാണ്. അപ്പോൾ ഗംഗാ നദി ഉത്ഭവിക്കുന്നത് ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിൽ നിന്നാണ്. ഏകദേശം 2500 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഏകദേശം 2500 കിലോമീറ്ററാണ്
ഗംഗയുടെ നീളം. ബ്രഹ്മപുത്രയോ? ബ്രഹ്മപുത്ര ടിബറ്റിലെ ചമായുങ് തുങ് ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ബ്രഹ്മപുത്ര ടിബറ്റിൽ എന്താണ് ബ്രഹ്മപുത്രയെ വിളിക്കുന്നത്? സാങ്പോ. ടിബറ്റിലെ ചമായുങ് തുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. ഏകദേശം 2900 കിലോമീറ്റർ നീളമുണ്ട്. ഇന്ത്യയിൽ 725 കിലോമീറ്ററാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം. ബ്രഹ്മപുത്ര 725 കിലോമീറ്ററാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. ഏറ്റവും നീളം 2900 കിലോമീറ്ററാണ് നദിയുടെ നീളം. അപ്പോൾ ഏറ്റവും നീളം കൂടിയ നദിയാണ് ബ്രഹ്മപുത്ര. ഓക്കെ. ഈ സിന്ധു ആണ് 2ാം സ്ഥാനം, ഗംഗയാണ് 3ാം സ്ഥാനം. ഇതിൽ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളമുള്ളത് ഗംഗയാണ്. ബാക്കിയുള്ളത് ആകെ 709 കിലോമീറ്ററേ സിന്ധു ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. ബ്രഹ്മപുത്ര 725 കിലോമീറ്ററേ ഒഴുകുന്നുള്ളൂ. അതിൽ ബ്രഹ്മപുത്രയും ഗംഗയും ബംഗാൾ ഉൾക്കടലും സിന്ധു അറബിക്കടലിലാണ് പതിക്കുന്നത്. അപ്പം നമുക്ക് ഇത്രയും വെച്ചിട്ട് ഇവിടെ നിർത്താം. ഇനി സമതലമാണ് പഠിക്കാനുള്ളത്. ഉത്തര മഹാസമതലാണ് സമതലങ്ങളിലൂടെ എന്നുള്ളത്. അത് നമുക്ക് വേറൊരു ക്ലാസ്സായിട്ട് ചെയ്യാം. അപ്പോൾ അതിൽ പഠിക്കാം. ഒക്കെ കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ നമുക്ക് കുറച്ച് അങ്ങനെ പഠിച്ചു പോയാൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. അപ്പോൾ ഇവിടെ നമുക്ക് നിർത്താം. അടുത്ത ക്ലാസ്സിൽ സമതലങ്ങളിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.